ഒരു പെൺകുട്ടിനെ ഇംപ്രസ് ചെയ്യാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇപ്പൊ നിങ്ങളെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരു ആൺകുട്ടിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ലുക്ക് വൈസ് എങ്ങനെയായിരിക്കും നിങ്ങൾ നോക്കുക? ലുക്ക് വൈസ് നോക്കുമ്പോ എനിക്ക് ഐസ് ഒക്കെ എന്നെ ഭയങ്കര അട്രാക്ട് ചെയ്യുന്ന. ഹെയറോ? ഹെയർ മെനക്കുള്ള ഹെയർ ആണെങ്കിൽ കുഴപ്പമില്ല, മെനയുള്ള. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ലുക്ക് വൈസ് എന്തായാലും നോക്കുമ്പോ എങ്ങനെയായിരിക്കും നിങ്ങൾ അട്രാക്ട് ആവുന്നത്? ഐ മീൻ പൊക്കം വേണം, മീശ വേണം. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? നല്ല ഹെയർ വേണം, നല്ല ഹെയർ വേണം, നല്ല ചിരിയിരിക്കും. അങ്ങനെ നമ്മള് നോക്കുമല്ലോ, ഒബ്വിയസ്ലി നമ്മള് നോക്കും. എനിക്ക് ഭയങ്കര ഇംപ്രസ്ഡ് ആണത് ഈ പറയുന്നതില് എന്നെ കുറെ ഹാപ്പി ആക്കുമ്പോഴ. ഞാൻ കുറെ തമാശ ആൾക്കാര് വരുമ്പോഴത്തേക്കും ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷാപ്പിൽ കയറിയ എന്തുണ്ട്? കട്ടിങ്ങും ഷേവിങ്ങും രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ഹോട്ടലാണെന്ന് കരുതി ഒരുപാട് പെണ്ണുങ്ങൾക്കെതിരെ പറയുന്ന സംഭവമാണ് ഗവൺമെന്റ് ജോലി വേണം, അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉള്ള ആൾക്കാരാണ് അവർ നോക്കുള്ളൂ എന്നുള്ള സംഭവമാണ്. ശരിക്കും അങ്ങനെയാണ് തോന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇതൊക്കെ ഉണ്ടായിട്ടും ജീവിക്കാത്ത എത്ര പേരുണ്ട്. അപ്പൊ പൈസ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഒന്നുമില്ല, എപ്പോഴും ഹാപ്പി ആയിട്ട് വൈബായിട്ടിരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം, അത്രേ ഉള്ളൂ. ഏത് പ്രതികൂല സാഹചര്യത്തിലും ആത്മവിശ്വാസം കൈവടിയാതെ ആത്മധൈര്യത്തോട് പൊരുതുന്ന മലയാളിയുടെ വിജയമാണിത്. ജയകൃഷ്ണന്റെ വിജയമാണിത്. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.